ആമസോൺ മഴക്കാടുകൾ ഈ ഭൂമിയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ മഴക്കാടുകളിലൊന്നാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നതിനെ വിശേഷിപ്പിക്കാം. ഭൂമിയിൽ ഇതുവരെ കണ്ടെത്തിയ ജീവികളിൽ ഏകദേശം 25% ജീവികളും ആമസോൺ മഴക്കാടുകളിലാണ് വസിക്കുന്നത്. ഇങ്ങനെയുള്ള ആമസോൺ മഴക്കാടുകളിലെ വിസ്തീരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയുടെ വിസ്തീർണത്തിനേക്കാൾ ഏകദേശം 70% കൂടുതലാണ് ആമസോൺ മഴക്കാടുകളുടെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ലോകത്തിലെ ഏറ്റവും നീളമേറിയ നദി ആഫ്രിക്കയിലെ നൈൽ നദിയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ജലം വഹിക്കുന്നതിന് ഏറ്റവും കൂടുതൽ നീളമുള്ള നദി ആമസോൺ നദിയാണ്. ലോകത്തിലെ രണ്ടാമത്തെ നീളമേറിയ നദിയെന്നും ആമസോൺ തന്നെയാണ്. ഇതിന് ഏകദേശം 6400 കിലോമീറ്റർ നീളമുണ്ട്. ഈ കർശനമായ ആൻഡീസ് പർവ്വതനിരകൾ മുതൽ ബ്രസീലിലെ കടൽത്തീരങ്ങൾ വരെ ഒഴുകുന്ന ഈ ആമസോൺ നദി ഏകദേശം 1000 ചെറിയ നദികളായി പിരിയുന്നു. ഓരോ സെക്കൻഡിലും ഏകദേശം 20 കോടി ലിറ്റർ വെള്ളം ആമസോൺ നദിയിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചേരുന്നു. ഈ ആമസോൺ മഴക്കാടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1600 മുതൽ അധികം ഇനങ്ങളിൽപ്പെടുന്ന 39,000 കോടി മരങ്ങൾ ഈ ആമസോൺ കാടുകളിൽ കാണപ്പെടുന്നു. ഈ ആമസോൺ കാടിൽ വലിയ മരങ്ങൾ കാണപ്പെടുന്നത് മാത്രമാണ്. ചെടികൾ, വള്ളികൾ, പായലുകൾ എന്നിവയുടെ കണക്കെടുപ്പ് നോക്കുകയാണെങ്കിൽ ഏകദേശം 4000 തരം സസ്യങ്ങളെ കണ്ടാൽ കഴിയും. ഇതിലും രസകരമായ ഒരു കാര്യം, ഇതുവരെ കണ്ടെത്താത്ത പലതരം സസ്യങ്ങളും ഈ ആമസോൺ കാടുകളിൽ ഇപ്പോഴും ജീവിക്കുന്നു എന്നതാണ്. 400-ലധികം കരയില ജീവികളും 3000-ലധികം വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളും 1300-ലധികം പക്ഷി ഇനങ്ങളും 400-ലധികം ഇനങ്ങളിൽപ്പെടുന്ന ഉത്തരങ്ങളും ആമസോൺ കാടുകളിൽ കാണപ്പെടുന്നു. ആമസോൺ മഴക്കാടുകളിൽ നടത്തിയ കണക്കെടുപ്പിൽ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയത് ഷഡ്പദങ്ങളാണ്. ചിത്രശലഭങ്ങൾ, പുഴുക്കൾ, തേനീച്ചകൾ എന്നിങ്ങനെ ഏകദേശം 25 ലക്ഷത്തിലധികം ഷഡ്പദങ്ങൾ ആമസോൺ മഴക്കാടുകളിൽ ജീവിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം മനുഷ്യൻ ഇതുവരെ കണ്ടെത്തിയ ജീവികളുടെ കണക്കെടുപ്പ് മാത്രമാണ്. ഇതുവരെ കാണാത്ത പല ജീവികളും ആമസോൺ മഴക്കാടുകളിൽ ഇപ്പോഴും ജീവിക്കുന്നു. മഴക്കാടുകൾ 4 ഭാഗങ്ങളായി തിരിക്കാം. 1 എമർജന്റ്, 2 കാനപ്പോ, 3 അണ്ടർ സ്റ്റോറി, 4 ഫോറസ്റ്റ് ഫ്ലോർ. ഏറ്റവും മുകളിലെ ഭാഗത്തിന്റെ പേരാണ് എമർജന്റ് ലെയർ. ഈ ഭാഗത്ത് 60 മീറ്റർ കൂടുതൽ ഉയരമുള്ള മരങ്ങളെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഏകദേശം 1000 വർഷം പഴക്കമുള്ള മരങ്ങളും ഈ കാടുകളിൽ കാണപ്പെടുന്നു. ഇതിൽ കാനോപ്പ് എന്ന ഇനങ്ങളിൽപ്പെടുന്ന മരങ്ങൾ കാണാൻ വളരെ വലുതായിരിക്കും. ഈ മരങ്ങൾ കാണുമ്പോൾ ജെയിംസ് കാരോൺ സംവിധാനം ചെയ്ത അവതാർ സിനിമയിലെ ഏറ്റവും വലിയ മരത്തെ നിങ്ങൾക്ക് ഓർമ്മ വരാം. എന്നാൽ സത്യത്തിൽ ഈ കാനോപ്പ് മരത്തിൽ എന്ന പ്രചോദനം ഉൾക്കൊണ്ടാണ് അവതാർ സിനിമയിലെ ഈ വലിയ മരം രൂപകൽപ്പന ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഈ എമർജന്റ് ലെയറിലെ പക്ഷികളെ മാത്രം കൂടുതലായി കാണാൻ കഴിയും. ഉദാഹരണത്തിന് വവ്വാലുകൾ, തത്തകൾ എന്നിവയെ കാണാൻ കഴിയും. കൂടാതെ ധാരാളം ഗ്ലിറ്റേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് പറക്കാൻ അവയ്ക്ക് ചിറകുകളില്ലാതിരിക്കും, എന്നാൽ അവയുടെ കൈകൾക്ക് പിന്നിൽ ചർമ്മം പോലുള്ള ഒരു ഭാഗമുണ്ടാകാം. പരുന്തുകളും കഴുകന്മാരുമാണ് ഇതിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വില്ലന്മാർ. ക്ലിറ്ററോ പോലുള്ള ജീവികളാണ് അവയുടെ ഭക്ഷണം. ഇതിന്റെ താഴെ കാണുന്ന ലെയറാണ് കാനോപ്പി ലെയർ. ഇവിടെ 6 മീറ്റർ ഉയരമുള്ള സസ്യങ്ങളും മരങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ ഇടതൂർന്ന ഭാഗമാണ് ഈ കാനോപ്പി ലെയർ. എത്രത്തോളം ഇടതൂർന്നത് എന്നാൽ കാനോപ്പി വളരെ കുറഞ്ഞ സൂര്യപ്രകാശം മാത്രമേ താഴെ ഭൂമിയിൽ എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആമസോൺ മഴക്കാടുകളുടെ തറഭാഗം എപ്പോഴും ഇരുണ്ട നിലയായിരിക്കും കാണപ്പെടുന്നത്. എന്നാൽ കാനോപ്പി ലെയർ ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ ധാരാളം പഴങ്ങളും പൂക്കളും സസ്യങ്ങളും അവിടെ ചെറിയ മരങ്ങളും കൂടുതലായി കാണാൻ കഴിയും. കൂടാതെ ഈ കാടുകൾ മാത്രം കാണാൻ കഴിയുന്ന 25,000 തരം ഓർക്കിഡ് വിഭവങ്ങളിലെ നിങ്ങൾക്ക് ഈ കാനോപ്പി ലെയറിൽ കാണാൻ കഴിയും. ടൂക്കാൻ പോലുള്ള വലിയ കൊമ്പുള്ള പക്ഷി ഇനങ്ങളും അവിടെ നിങ്ങൾക്ക് ഈ ലെയറിൽ കാണാൻ കഴിയും. ഇവയുടെ ഈ വലിയ കൊമ്പുകൾ ഇണകളെ ആകർഷിക്കാനും ശരീരത്തിലെ താപനില നിയന്ത്രിക്കാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മക്കാനോ എന്ന് വിളിക്കുന്ന മനോഹരമായ തത്ത ഇനങ്ങളും അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇലകൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന സ്ലോത്ത് പോലുള്ള ജീവികളെയും അവിടെ കാണാൻ കഴിയും. കൂടാതെ തേനീച്ചകൾ, വണ്ടുകൾ, ചിത്രശലഭങ്ങൾ എന്നിങ്ങനെയുള്ള ചില ഷഡ്പദങ്ങളും കാനോപ്പി ലെയറിൽ ജീവിക്കുന്നത്. ഇത്തരം പല്ലിവർഗ്ഗങ്ങളെയും അവിടെ കാണാൻ കഴിയും. ധാരാളം ഇനങ്ങളിൽപ്പെട്ട കുരങ്ങുകളെയും അവിടെ ഈ ആമസോൺ മഴക്കാടുകൾ ജീവിക്കുന്ന കാനോപ്പി ലെയറിലെ താഴെ കാണുന്ന ലെയർ അണ്ടർ സ്റ്റോറി ലെയറാണ്. ഈ ഭാഗമാണ് ആമസോൺ കാടുകളിലെ ഏറ്റവും ഇരുണ്ട ഭാഗം. വലിയ മരം ഇല്ലാതെ എന്നാൽ വലിയ ഇലകളും ഉള്ളതായ ചെടികൾ ഇവിടെ കാണപ്പെടുന്നു. കൂടുതൽ ചൂടില്ലാത്ത ഭാഗമാണ് അണ്ടർ സ്റ്റോറി. ഇവിടെയുള്ള രാജാവ് എന്ന് വിളിക്കപ്പെടുന്നത് ജാഗോർ എന്നാണ്. ഈ ആമസോൺ മഴക്കാടുകളെ അണ്ടർ സ്റ്റോറി എന്ന ഭാഗത്ത് ജീവിക്കുന്ന ഒരു വിചിത്രമായ തവളയുണ്ട്. അതിന്റെ പേരാണ്
പോയിസൺ ഡാറ്റ് ഫ്രോഗ്. ഈ തവളകൾ കാണാൻ പലതരം നിറങ്ങളിലും ഇരിക്കും. എന്നാൽ ഒരു തവളയുടെ ശരീരത്തിൽ ഏകദേശം 10 മനുഷ്യരെ കൊല്ലാൻ ആവശ്യമായ വിഷം കാണപ്പെടും. ഈ ആമസോണിന്റെ അവസാന ഭാഗമാണ് ഫോറസ്റ്റ് ഫ്ലോർ. ബാക്ടീരിയ, പുഴുക്കൾ, ഫംഗസ്, പായലുകൾ എന്നിവയുള്ള ജീവികൾ ഇവിടെ ജീവിക്കുന്നത്. ഇതിന്റെ ഉപരിതല തലത്തിൽ നിങ്ങൾക്ക് ധാരാളം കോണുകൾ കാണാൻ കഴിയും. ഇതിലും രസകരമായ മറ്റൊരു കാര്യം, ഇവിടെ കാണപ്പെടുന്ന ഫംഗസുകൾ മിക്കവാറും ബയോലൂമിനസെൻസ് ഉള്ളവരാണ്. അതായത് സ്വയം ശരീരത്തിൽ പ്രകാശം പുറപ്പെടുത്താൻ അവയ്ക്ക് കഴിയും. ഇവിടെ ബുള്ളറ്റ് ആൻറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഒരിനം ഉറുമ്പുകളും കാണപ്പെടുന്നു. അതായത് ഈ ഉറുമ്പ് ഒരാളെ കടിച്ചാൽ ആ കടിച്ച ഭാഗത്ത് ഒരു വെടിയുണ്ട വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അത്രയും വേദന ഉണ്ടാകുമത്രേ. ലോകത്തിൽ ഇതുവരെയും കണ്ടെത്തിയ ഏറ്റവും വലിയ വ്യക്തിയായ ഹെർക്കുലിസ് ബാറ്റിൽ എന്ന വണ്ടുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വണ്ടുകൾക്ക് ഏകദേശം 19 സെന്റിമീറ്റർ വരെ നീളമുണ്ടാകാം. ഇഗ്വാന, ആൻസ്റ്റീരിയർ പോലുള്ള വിചിത്രമായ ജീവികളും ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ധാരാളം മഴ ലഭിക്കുമെങ്കിലും മഴത്തുള്ളി മുകളിൽ നിന്ന് താഴെ തറയിലെത്താൻ ഏകദേശം 10 മിനിറ്റ് എടുക്കുമത്രേ. ആമസോൺ മഴക്കാടുകളിൽ ഭൂമിയുടെ ശ്വാസകോശം എന്ന് പറയാൻ കാരണം ഭൂമിയിലുള്ള ഓക്സിജന്റെ ഏകദേശം 25% ഓക്സിജനും ആമസോൺ മഴക്കാടുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എന്നാൽ ആമസോൺ മഴക്കാടുകളിലെ 20% ഈ നൂറ്റാണ്ടിൽ മനുഷ്യരാൽ നശിക്കപ്പെടുന്നു. കൂടാതെ കാലാവസ്ഥ വ്യതിയാനം, മരങ്ങൾ മുറിച്ചു മാറ്റുക, കാട്ടുതീ എന്നിവ പോലുള്ള പല കാരണങ്ങളാൽ ആമസോൺ കാടുകൾ നാശത്തിന്റെ വക്കിലാണ്. ആമസോൺ മഴക്കാടുകൾ 400 മുതൽ 500 മുതൽ അധികം ഗോത്രവർഗ്ഗക്കാരും ഇവിടെ ജീവിക്കുന്നു. ഇതിൽ 50-ലധികം പേർക്കും പുറലോകവുമായി ബന്ധമില്ല. ഇവിടെ ഇവർ തങ്ങളുടെ കുട്ടികളെ സ്കൂൾ വിടാറില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ വൈദ്യുതിയും മറ്റ് സൗകര്യങ്ങളും ഇവർക്കില്ല. ആമസോൺ മഴക്കാടുകളിൽ ജീവിക്കുന്ന ഗോത്രവർഗ്ഗക്കാരിൽ പകുതിയോളം അധികം പേരും ഒറ്റപ്പെട്ടാണ് താമസിക്കുന്നത്. അവിടെ പ്രധാന ജോലിയായത് തേനെടുക്കുക, കിഴങ്ങുകൾ പറിക്കുക, വേട്ടയാടുക എന്നിങ്ങനെ പുരുഷന്മാരും കർഷകർ പോലുള്ള ജോലികളും സ്ത്രീകളും ചെയ്യുന്നു. ഇതുപോലുള്ള രസകരമായ കാര്യങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ.